താരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരി പെരി അൽഫാമാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കി നോക്കണം എന്ന് മാറ്റി വെച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഫൈനലി അങ്ങനെ ഇത് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയിട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക, നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം തക്കാളിയും കൂടി അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് കളയാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ച വറ്റൽമുളകിനെയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇതിനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തൈരും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല വരഞ്ഞു വെച്ച ചിക്കനായിരിക്കണം, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ എയർ ഫ്രയറിലേക്ക് കയറ്റിട്ടോ. ബാക്കി വന്ന മസാല ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ആ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കന് അതിൽ എന്താ പറയുക തട്ടിപ്പൊത്തി ഒന്ന് എടുക്കുന്നുണ്ട്. ആ മസാല ഫുള്ളൊന്നിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അത് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.